ഇന്ന് എന്റെ നോമ്പിൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ 3:45 അലാമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. പക്ഷേ ഈ അലാമൊന്നും അടിച്ചാൽ ഞാൻ അറിഞ്ഞേയില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. എന്നെ ഉടന്നപ്പം ഈ ഒരു 7:30 7:45 എന്നിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ കിടന്നു. വന്ന് എന്നെ അടിച്ചെണീപ്പിക്കാറായപ്പോഴും ഞാൻ എണീച്ചു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വേണം, ഞാൻ എന്തിനാ നോമ്പെടുക്കുന്നത്? ദേവിക്ക് നോമ്പെടുക്കുന്നു, ഇതെന്താ കേരള സ്റ്റോറി ഫോളോ അപ്പ് ചെയ്യണം? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനൊരു 6th-ലോ 7th-ലോ ആയിരുന്ന ടൈം തൊട്ട് ഞാൻ ഈ 17-ാം രാവിലെ നോമ്പെടുക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് മുസ്ലിമാണ്. സോ അവൾ എന്റെ അടുത്ത് അന്ന് എപ്പോഴോ പറഞ്ഞ ഒരു ഇത് എന്റെ തലയിൽ കയറിയപ്പോ തൊട്ട് ഞാൻ ആ നോമ്പെടുക്കുന്നതാണ്. ഇതുവരെ എനിക്ക് ആ നോമ്പിന്റെ ടൈമിൽ വയ്യാണ്ടാവോ എടുക്കാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വർഷം എടുക്കാനുള്ള ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ദിവസത്തിന് തലേ ദിവസം ആയപ്പോൾ എല്ലാവരും ഞാൻ ഈ നോമ്പ് എടുക്കുന്ന അറിയുന്ന മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് മെസ്സേജ് ഇട്ടു. നാളെയാണ് ആ ദിവസം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഹെൽത്ത് വൈസ് ഞാൻ കുറച്ച് ഡൗൺ ആണ്. പക്ഷെ എന്നാലും ഞാൻ വെച്ചു കുഴപ്പമില്ല, എടുക്കാൻ പറ്റുന്നതാണല്ലോ, അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ച് ഞാനത് ആ ഒരു റൊട്ടീൻ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നതാണ് സത്യം. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റിട്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോഗിൻ ചെയ്യണമായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ ജിമ്മിലൊന്നും പോകുന്നില്ല. ഈ ഒരാഴ്ചയായിട്ട് കുറച്ച് വയ്യാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് എന്നെ കാണാതായപ്പോ അമ്മ എന്നെ വിളിച്ചിട്ട് എവിടെയാണ് എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ താഴോട്ട് ഇറങ്ങി പോയായിരുന്നു. താഴോട്ട് ഇറങ്ങി പോയപ്പോൾ എനിക്ക് കുറച്ച് പാഴ്സലൊക്കെ വന്നിട്ടുണ്ട് മീഷോ എന്ന്. എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് അതിൽ എനിക്കൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് ഞാൻ കൊണ്ട് റൂമിൽ എന്റെ കണ്ണാടിയിലൊക്കെ വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് ഞാനൊരു സീരീസ് കാണുന്നുണ്ട്. അതിന്റെ ബാക്കിയൊക്കെ കണ്ട് നോക്കിയപ്പോൾ 1:15 കഴിഞ്ഞു. അപ്പൊ എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമായി. പിന്നെ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ എന്റെ റൂം, പിന്നെ മേളിലും കൂടെ ആയതുകൊണ്ട് പറയണ്ട, ഭയങ്കര ചൂടാ. അപ്പൊ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. കുറച്ച് പണിയുണ്ടായിരുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു 100 പ്രാവശ്യം കറണ്ട് പോകും. ദേഷ്യം വരും. പിന്നെ നമ്മുടെ സിസ്റ്റം അടിച്ചോടിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ക്ഷമയോട് കൂടി ഇരുന്ന് പണിയെടുത്തു. പിന്നെ നോക്കിയിട്ട് 4:30. ഇനി കുറച്ചുകൂടെ. പിന്നെ എനിക്ക് ചൂടെടുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുളിക്കണം. അങ്ങനെ വരെ ഞാനൊരു 4:30 ആയപ്പോഴത്തേനും ഒന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുളിച്ച് ശുന്ദരിയായിട്ട് ഇരുന്നിട്ട് നോമ്പ് തുറക്കാലോ എന്ന് പറഞ്ഞിരുന്നു. ഇരിക്കാൻ തുടങ്ങിയതാ. പിന്നെ അങ്ങോട്ട് സമയം നീങ്ങുന്നേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഏതാണ്ട് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ ക്ഷീണോ വിശപ്പോ ദാഹോ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ പിന്നെ എന്റെ പെൻഡിങ് ഉണ്ടായിരുന്ന വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ താഴെ പോയി. പിന്നെ എന്റെ മുഖത്തുള്ള ഗ്ലോ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഗ്ലോ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ താഴെ പോയി. എനിക്ക് ഒന്നും അങ്ങനെ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 6:37 ടൈം. എന്റെ ഫ്രണ്ട് എനിക്ക് അപ് ടു ഡേറ്റ് വാട്സപ്പിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 6:37 ആയപ്പോഴത്തേനും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല, ഒരു കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വന്ന് വെള്ളം അങ്ങ് കുടിച്ചു. വെള്ളം കുടിച്ചപ്പോഴത്തേനും പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് വിശന്നുമില്ല, ഒന്നുമില്ല. ആ വെള്ളം കുടിച്ച് അങ്ങനെ ഞാൻ എന്റെ നോമ്പ് തുറന്നു. പിന്നെ ബാക്കി വന്നിരുന്ന് ഞാൻ പണിയെടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ ഈ വർഷത്തെ നോമ്പ് തുറ. ഇനി അടുത്ത വീഡിയോ കാണാം. അതിലേക്ക് ബൈ.